BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വടിവാതിക്കലെത്തി നിൽക്കെ കൊടുമ്പിരിക്കൊള്ളുന്ന പ്രചാരണങ്ങളുമായി മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. തുടർച്ചയായ മൂന്നാം വിജയം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനം നിയമസഭയിലും ആവർത്തിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. തൃശൂരിലെയും തിരുവനന്തപുരത്തെയും നേട്ടങ്ങൾ ആവർത്തിക്കുകയാണ് NDAയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് UDFന് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശക്തമായ ഭരണവിരുദ്ധ വികാരവും സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളുമെല്ലാം വോട്ടാകുമെന്നാണ് UDF ക്യാമ്പിന്റെ വിശ്വാസം. എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ കണക്കുകൾ നിരത്തിയാണ് LDFന്റെ പ്രചരണം. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി LDF പ്രചാരണങ്ങൾക്ക് അതിവേഗത്തിൽ തന്നെ തുടക്കമിടുകയും ചെയ്തു. UDFിൽ നിന്ന് ഉയരുന്ന ശക്തമായ വെല്ലുവിളിയെ നേരിടുന്നതിനൊപ്പം തന്നെ VD സതീഷിനെ പറവൂർ മണ്ഡലത്തിൽ തളച്ചിടുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. പറവൂരിൽ VD സതീഷിനെതിരെ LDF സ്ഥാനാർത്ഥിയായി CPI നിശ്ചയിച്ചിരിക്കുന്ന ET ടൈസൺ മാസ്റ്ററെയാണ്. കയ്പമംഗലം മണ്ഡലത്തിൽ നിന്നുള്ള ജനകീയനായ MLA-യാണ് ET ടൈസൺ. തൃശൂർ ജില്ലയിലെ വിവിധ ഹൈസ്കൂളുകളിൽ ഹെഡ് മാസ്റ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള പശ്ചാത്തലമാണ് അദ്ദേഹം മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടാൻ കാരണമായത്. CPI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം, CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് ടൈസൺ മാസ്റ്റർക്ക്. എടവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, 2 തവണ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എന്നിങ്ങനെയുള്ള പ്രവൃത്തി പരിചയവും അദ്ദേഹത്തിനുണ്ട്. 2016 ടൈസൺ മാസ്റ്റർ ആദ്യമായി നിയമസഭയിലെത്തുന്നത്. കയ്പമംഗലം മണ്ഡലത്തിൽ RSP സ്ഥാനാർത്ഥി മുഹമ്മദ് നഹാസിനെ 33,440 വോട്ടുകൾക്കാണ് അന്ന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കയ്പമംഗലത്ത് നിന്ന് വീണ്ടും വിജയിച്ചു. കോൺഗ്രസിലെ ശോഭാ സുബിനെ 22,698 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. കയ്പമംഗലത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും സാധാരണക്കാരോടുള്ള അടുപ്പവുമാണ് ടൈസൺ മാസ്റ്ററുടെ കരുത്ത്. മാനവ കാരുണ്യ സംഘം പ്രസിഡന്റ്, ബഹദൂർ സ്മൃതി കേന്ദ്രം ചെയർമാൻ, ദയ സാധുജന സംരക്ഷണ സമിതി രക്ഷാധികാരി എന്നീ നിലകളിൽ അദ്ദേഹം സജീവമാണ്. CPIയിൽ 2 ടൈം നിബന്ധന നിലവിലുണ്ടെങ്കിലും VD സതീഷിനെ പോലെ ഒരു കരുത്തനായ നേതാവിനെ നേരിടാൻ ടൈസൺ മാസ്റ്റർക്ക് പാർട്ടി പ്രത്യേക ഇളവ് നൽകിയാണ് പറവൂരിലേക്ക് നിയോഗിച്ചിരിക്കുന്നത്. സതീശന്റെ വിജയ തുടർച്ചയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു ഹെവി വെയ്റ്റ് പോരാട്ടമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.